സമസ്ത നേതാവ് ഉമർ ഫൈസി മുക്കത്തെ പുകഴ്ത്തി ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ഹുസൈൻ സഖാഫി ചുള്ളിക്കോട്. സമസ്തയിലെ തർക്കങ്ങൾക്കിടയിൽ ഹജ്ജ് കമ്മിറ്റി ചെയർമാനെ നിർദ്ദേശിച്ചത് ഉമർ ഫൈസി മുഖമാണെന്ന് അഡ്വക്കേറ്റ് ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് പറയുന്നു. ഹജ്ജ് കമ്മിറ്റി ചെയർമാനുള്ള സ്വീകരണ സമ്മേളനത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. എടുക്കാൻ വേണ്ടിയുള്ള പ്രോസസ്സുകൾ ആരംഭിച്ചു. ഡെപ്യൂട്ടി സെക്രട്ടറി ബിന്ദുവിൻ്റെ നേതൃത്വത്തിൽ, മലപ്പുറം ജില്ലാ കലക്ടർ വിനോദ് സാറുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് മാസ്കറ്റ് ഹോട്ടലിൽ നടന്ന എലക്ഷൻ പ്രോസസ്സിൽ എൻ്റെ പേര് നിർദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട ഉമർ ഫൈസി ഉസ്താദ് അവർകളാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ എതിരഭിപ്രായമുള്ളവരും തമ്മിൽ എന്തൊക്കെയോ തർക്കമുണ്ടാകും, ഞാൻ അതിലിടപെടേണ്ട ആവശ്യമില്ല. പക്ഷേ അദ്ദേഹമാണ് എൻ്റെ പേര് നിർദ്ദേശിച്ചത്. ദീപക് ധർമ്മയുടെ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് ദീപക്, ഗുഡ് മോർണിംഗ്. പറയൂ ദീപക്, കോഴിക്കോട് മഴയുണ്ടോ ദീപക്? SKN മഴയുണ്ട്. മഴ കൊണ്ടുകൊണ്ട് ഇങ്ങനെ ഒരു മൂലയ്ക്ക് നിന്ന് SM സ്ട്രീറ്റിൽ നിന്ന് ലൈവ് ചെയ്യാണ്. നമ്മൾ ക്യാമറയും പ്രവീൺ ധർമ്മശാലയും സുരക്ഷിതനാക്കി. അതിനുശേഷം ഞാനിപ്പോൾ അല്പം മഴ കൊണ്ടുകൊണ്ടാണ് ലൈവിൽ ചേരുന്നത്. SKN ഈ വാർത്തയിലേക്ക് പോകുമ്പോൾ ഈ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട്, അതായത് നമ്മുടെ പുതിയ ഹജ്ജ് കമ്മിറ്റി ചെയർമാനാണ് ഹുസൈൻ സഖാഫി ചുള്ളിക്കോട്. AP വിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ്. പക്ഷേ സമസ്തയിൽ എന്തൊക്കെയോ സംഭവിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് യഥാർത്ഥത്തിൽ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഇത്രമേൽ പ്രകീർത്തിച്ചുകൊണ്ട് വരുന്നത്. അതായത് EK വിഭാഗത്തിൽ ഇപ്പോൾ ഒരു വലിയ ആഭ്യന്തര കലാപം നടക്കുന്നു. ഉമർ ഫൈസി മുക്കം, ജെഫ്രി മുത്തുക്കോയ തങ്ങൾ ഇവരെല്ലാം ചേർന്നുകൊണ്ട് രീതിയിലുള്ള പ്രശ്നങ്ങൾ. എന്നാൽ അതേ സമയത്ത് നദ്വി ഉൾപ്പെടെയുള്ള ചിലർ അതിനെ എതിർത്ത് രംഗത്തുണ്ട്. ഈ ഘട്ടത്തിൽ ഉമർ ഫൈസി മുഖത്തെയും അദ്ദേഹത്തിനോടൊപ്പമുള്ളവരെയും കൃത്യമായി പ്രകീർത്തിക്കുകയാണ് AP വിഭാഗത്തിൻ്റെ നേതാവായ പുതിയ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ളതിന് ഈ സമസ്ത രാഷ്ട്രീയത്തിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണ്. കാരണം അദ്ദേഹം പറയുകയാണ്, സമസ്തയിലെ എന്തെങ്കിലും തർക്കമുണ്ടാകാം, അതായത് EK വിഭാഗത്തിൽ തർക്കമുണ്ടാകാം, അതിൽ ഞാൻ ഇടപെടുന്നില്ല. പക്ഷേ ഉമർ ഫൈസി ഉസ്താദ് നല്ല ഒരാളാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് പൂർണ്ണമായ പിന്തുണ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ പ്രഖ്യാപിക്കുകയാണ്. ഇത് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു പിളർപ്പിൻ്റെ തുടർച്ചയായുള്ള മറ്റു പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളുടെ തുടർച്ചയായി ഇപ്പോൾ വീണ്ടും ആഭ്യന്തര കലാപം, അതായത് സമസ്തയിൽ ലീഗ് വിഭാഗവും CPM വിഭാഗവും തമ്മിലുള്ള ഒരു പ്രശ്നം എന്നുള്ള നിലയിലാക്കാണ് EK വിഭാഗത്തിലെ തർക്കങ്ങൾ പോകുന്നത്. ആ തർക്കത്തിൽ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ കൃത്യമായി ഉമർ ഫൈസി മുക്കത്തിനൊപ്പവും അദ്ദേഹത്തിനൊപ്പമുള്ളവർക്കൊപ്പമാണ് എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. SKN ഏതായാലും ഈ സമസ്ത EK വിഭാഗത്തിലെ തർക്കം എങ്ങനെ പരിഹരിക്കപ്പെടാനുള്ള ചില ചർച്ചകളൊക്കെ നടക്കുന്നു എന്നാണ് അറിയുന്നത്. പക്ഷേ AP വിഭാഗവും ഹജ്ജ് കമ്മിറ്റി ചെയർമാനും ഉമർ ഫൈസി മുക്കത്തിനൊപ്പമാണ് എന്നുള്ളത് കൃത്യമായി വ്യക്തമാക്കുന്ന നിലപാടാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. SKN, താങ്ക് യു. ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്.